അല്ലെങ്കിലും മനുഷ്യർക്ക് മനുഷ്യരെക്കുറിച്ച് എന്താണ് അറിയാവുന്നത്? പെട്ടെന്ന് കാണുന്നൊരു വശത്തെക്കുറിച്ച് അവർ സ്വന്തമായി കഥകൾ മെനഞ്ഞുകൂട്ടും. അപരിചിതമായ മറ്റൊരു വശത്തെക്കുറിച്ച് ആരും ചിന്തിക്കുന്നേയില്ല. ഞാൻ ചെയ്തത് ത്യാഗമായിരുന്നു. പ്രണയിനിയുടെ സ്നേഹത്തിനു വേണ്ടി എൻ്റെ ജീവിത സ്വപ്നങ്ങൾ ത്യജിക്കുകയായിരുന്നു. അറിയില്ല, ഉത്തരങ്ങളില്ലാത്ത ഒരുപിടി ചോദ്യങ്ങളുടെ പേരാണ് ജീവിതം. പൂജപ്പുര ബാലചന്ദ്രൻ എന്ന സാഹിത്യ ലോകത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ ഇറങ്ങിത്തിരിച്ച ഞാൻ ഇന്ന് ഈ ദിക്കുകൾ അറിയാത്ത മരുഭൂമിയിലെ 2 മുറി ഫ്ലാറ്റിലിരുന്ന് യാന്ത്രികമായി ചലിക്കുന്ന ഈ നഗരത്തോടൊപ്പം യാന്ത്രികമായി ജീവിക്കുന്നു. നിനക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ ആത്മാവിനെ മറന്നത്, എൻ്റെ ചിന്തകളെ ഉപേക്ഷിച്ചത്, ഞാൻ തന്നെ മറ്റൊരാളായത്. നിന്റെ ബാധ്യതകൾ എൻ്റേതു കൂടിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഒരു നേഴ്സിൻ്റെ ഭർത്താവുദ്യോഗം കെട്ടേണ്ടി വന്നു. ഭർത്താവുദ്യോഗം എന്നത് മറ്റുള്ളവരുടെ മാത്രം പ്രയോഗമാണ്, എൻ്റേതല്ല. കാനഡയിലും അയർലൻഡിലും ഓസ്ട്രേലിയയിലുമൊക്കെ ജോലി തേടിപ്പോയ കൂട്ടുകാരികളുടെ സമ്പന്ന ജീവിതം കണ്ടുകുതിച്ച് വിദേശത്ത് ജീവിക്കണമെന്ന് വാശി പിടിച്ച നിന്നെ കുറ്റപ്പെടുത്താനാവില്ല. നാട്ടിൽ ജോലി ചെയ്തിരുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ നക്കാപ്പിച്ച ശമ്പളം, വീട്ടിലെ അരവയറൂണിൻ്റെ ഗതികേട്, പരസ്പരം ഇഷ്ടപ്പെട്ട് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചെങ്കിലും വിദേശ ജോലി എന്ന നിന്റെ തീരുമാനത്തെ തടയാൻ അതുകൊണ്ട് തന്നെ എനിക്കായില്ല. ദാരിദ്ര്യത്തിൻ്റെയും പലായനത്തിൻ്റെയും ചുഴികളിൽപ്പെട്ട കുടുംബങ്ങളെ കരകയറ്റാൻ 7 കടലും താണ്ടി മഞ്ഞും മരുഭൂമിയുമുള്ള നാടുകളിൽ എത്തപ്പെട്ട മാലാഖമാരുടെ പിന്മുറക്കാരുടെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ എനിക്ക് മറുപടിയില്ലായിരുന്നു. നാട്ടിലെ വായനശാലയും അമ്പലവും മാൽത്തറയും കൂട്ടുകാരെയും പിന്നെ അക്കാദമി അവാർഡ് വാങ്ങാൻ പറ്റുന്ന കഥാകാരനാകണമെന്നുള്ള ആഗ്രഹവും മറക്കാൻ ഒടുവിൽ തീരുമാനിച്ചു. ആ തീരുമാനത്തിന് എൻ്റെ ജീവൻ്റെ വിലയുണ്ടായിരുന്നു. അതെ, എൻ്റെ ജീവൻ തന്നെയാണ് ഞാൻ നിനക്ക് പകുത്തു തന്നത്. അതിസമ്പന്നതയുടെ മടിപ്പിക്കുന്ന മണമുള്ള ഈ രാജ്യത്തേക്ക് വിമാനം കയറുമ്പോൾ എൻ്റെ സ്വപ്നങ്ങളിൽ നിന്നും പറന്നകലുകയാണെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. തൊട്ടടുത്ത സീറ്റിൽ എൻ്റെ തോളിലേക്ക് തലവെച്ച് ജീവിതത്തിൽ വരാനിരിക്കുന്ന നിറസമൃദ്ധി സ്വപ്നം കണ്ടുറങ്ങുന്ന നിന്നെ ഒരു നിമിഷം ഞാൻ മനസ്സിൽ ശപിച്ചിരുന്നു. ചിന്തകളുടെ വേലിയേറ്റ സമയങ്ങളിൽ പലപ്പോഴായി എന്നോടൊപ്പം കൂടിയ എൻ്റെ കഥാപാത്രങ്ങൾ വെറും നിഴൽ രൂപങ്ങളായി മാറുകയും എന്നിൽ നിന്ന് അകന്നില്ലാതാകുന്നതും ഞാൻ അറിഞ്ഞു. ഹലോ അനു. ആ ബാലു, ഡ്യൂട്ടി കഴിയാറായോ? ഇല്ല ബാലു, ആൻസി ഇന്ന് കുറച്ച് ലേറ്റ് ആയേ വരൂന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് വരാൻ പറ്റും. എനിക്ക് സാരമല്ല, പയ്യെ വന്നാ മതി. വണ്ടി സ്പീഡിലൊന്നും ഓടിച്ച് വരണ്ട. മോൾ എവിടെ? അവൾ എന്തെടുക്കുക? അവളോട് പഠിക്കാൻ പറയണേ. കണ്ണ് തെറ്റിയ മൊബൈലിൽ കളിക്കും. അതവള് പഠിച്ചോളും, നീ ഇങ്ങനെ ഒരുപാട് പ്രഷർ കൊടുക്കണ്ടാവും. ആ, രാവിലെ തലവേദന ആയിരുന്നല്ലോ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഏയ്, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഞാൻ വല്ല ടാബ്ലറ്റ് കൊണ്ടുവരണോ? അതൊന്നും വേണ്ടെന്നേ. ഇത്തിരി കുരുമുളക് ഇട്ട് ഒരു പാക്കറ്റ് ചെൽ തരാവുന്ന കാര്യമുള്ളൂ. ആ, ഇപ്പൊ കൊറേ കാലമായിട്ട് കുരുമുളകിന് നല്ല ചെലവാണ്. കുറച്ച് കുറയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ ബാലു. നിനക്കറിയാലോ, നീ അറിയാതെ ഒരു പെണ്ണും പെഗും എന്റെ ലൈഫിലില്ലെന്നാണ്. ശരി ശരി, എന്നാ ശരി, ഞാൻ വിളിക്കാം. നിന്റെ പണി നടക്കട്ടെ കേട്ടോ. ഓക്കെ എന്നാ. മാളു, നീ അവിടെ എന്തെടുക്കാ? ഡി, നീ അത് ഓഫ് ചെയ്തേ മാളൂ. ഇതാണോടി കള്ളി നിന്റെ പഠിത്തം? ദേ, ഒരു 10 മിനിറ്റ് കൂടി അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് കണ്ടാ അറിയാലോ. താങ്ക് യു പപ്പ. പപ്പ, എന്താടാ? can I ask you something? ചുമ്മാ ചോദിക്കടോ. എൻ്റെ ക്ലാസ്സിൽ ആര്യൻ്റെയും ഹനീഷൻ്റെയും
എസ്റ്ററിന്റെയും പപ്പമാര് ഓഫീസിൽ പോകുന്നുണ്ട്. എൻ്റെ പപ്പ മാത്രം എൻ്റെ ഓഫീസിൽ പോവാത്തേ. മാളൂട്ടി, പപ്പ ജോലിക്ക് പോകാത്തതുകൊണ്ടല്ലേ എപ്പോഴും മാളൂട്ടിയുടെ അവിടെ എങ്ങനെ ഇരിക്കണത്? ആരാ മാളൂട്ടിയെ സ്കൂളിൽ കൊണ്ടുപോകണത്? ആരാ പാർക്കിലും ബീച്ചിലും ഒക്കെ കൊണ്ടുപോകണത്? മാളൂട്ടിയുടെ എല്ലാ കൂട്ടുകാർക്കും ഇങ്ങനൊരു ഭാഗ്യമുണ്ടോ? എന്തിന്? അമ്മ ഇപ്പം ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഇങ്ങനെ ഇരുന്ന് ഗെയിം കളിക്കാൻ പറ്റുമായിരുന്നു. അത് കറക്റ്റ്. പപ്പയെ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ട്. വന്നു വന്ന് പിള്ളേർക്ക് വരെ പുച്ഛം. നോക്കണ്ട നീ, അമ്മ വരാറായി. എന്തെങ്കിലും എടുത്ത് വെച്ച് പഠിക്കാൻ തുടങ്ങിക്കോ. അമ്മ വരുന്ന വരെ കളിക്കാം. എന്തെങ്കിലും എടുത്ത് വെച്ചൊന്ന് പഠിക്കണ്ട മാളൂട്ടി. മാളു പറയണോ? നോ പപ്പ, പ്ലീസ് പപ്പ, ഞാൻ പഠിക്കാം. ആ വന്നല്ലോ ഭൂമിയിലെ മാലാഖ. എന്താണ് സാഹിത്യകാര, സുഖമല്ലേ? സർവൈവിങ് മൈ ഡിയർ വൈഫ്. മാളൂട്ടി, നീ ഇത്ര നേരം കളിക്കായിരുന്നു അല്ലേ? നിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാത്തിനും വളം വെച്ച് തരുന്നത് നിന്റെ പപ്പയെ പറഞ്ഞാൽ മതിയല്ലോ. എൻ്റെ ബാലു, നിങ്ങൾ ഈ കൊച്ചിനെ നശിപ്പിക്കുമോ? ഇവളിപ്പോൾ ഭയങ്കര ഉഴപ്പാന്ന് കഴിഞ്ഞ ഓപ്പൺ ഹൗസിനൂടി ടീച്ചർ പറഞ്ഞതല്ലേ? ഇടി പിള്ളേരല്ലേ, അവർ കുറച്ചൊക്കെ കളിക്കട്ടെ. ചെറിയ ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്? ആ, ചെറിയ ക്ലാസ്സിൽ നിന്നാ വലുതിലേക്ക് പോകുന്നത്. പണ്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ. ഓ, നിങ്ങൾ പണ്ട് സ്കൂളിൽ കളിച്ച് നടന്ന കാര്യമൊന്നും പിള്ളേരോട് പറയല്ലേ. ആ കാലമൊന്നും അല്ല ഇത്. എന്റെ അനു, നീ വന്ന നിപ്പിൽ നിന്ന് തർക്കിക്കാതെ ഡ്രസ്സ് മാറി ഫ്രഷ് ആയിട്ട് വാ. വിശന്നിട്ട് വയ്യ, വല്ലതും കഴിക്കാം. അതൊക്കെ പോട്ടെ, ഇന്ന് ഷെഫ് എന്താ ഉണ്ടാക്കിയത്? നല്ല ഡിലീഷ്യസ് ചിക്കൻ കറി. ഇന്ന് തഞ്ചാവൂർ സ്റ്റൈലാ. നല്ല മണമൊക്കെ ഉണ്ട്. ടേസ്റ്റ് ഉണ്ടോ എന്ന് ഞാൻ കഴിച്ചിട്ട് പറയാം. ഓ, നിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട, വേണമെങ്കിൽ കഴിച്ചാൽ മതി. ദാ വരുന്നു, ഒരു 10 മിനിറ്റ്, പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വരാം. മാളു, മര്യാദയ്ക്ക് ഇരുന്ന് പഠിച്ചോ, നിന്നെ ഞാൻ ശരിയാക്കുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് മൈ ഡേ പപ്പ. ആ മൊബൈൽ എടുത്ത് കമഴ്ത്തിയെങ്കിലും വെച്ചുകൂടായിരുന്നോടി മണ്ടിപ്പെണ്ണെ. എന്ത് ചെയ്യാന്, കള്ളത്തരം ചെയ്യാൻ അച്ചോട് എക്സ്പീരിയൻസ് ഇല്ലല്ലോ. ആ, നിനക്കേ ഇത് കിട്ടിയാ പോരാ. ഗുഡ് ഈവനിങ് മാഡം, എന്താണ് പരിപാടി? ആ, ഇതാരാ? ഇന്ന് ഡ്യൂട്ടിയിലായിരുന്നോടി? ഇല്ലടി, ഇന്ന് ലീവ് എടുത്തു. ഇച്ചാന്റെ ബർത്ത്ഡേ ആയിരുന്നു. ആഹാ, എന്നിട്ട് പുള്ളി എവിടെ? ദേ അപ്പുറത്ത് ബാലുവിനോട് സംസാരിച്ചിരിപ്പുണ്ട്. ആ, എന്നാ പിന്നെ ഇപ്പൊ കുപ്പി പൊട്ടിച്ചു കാണും. ബാലുവിന് പിന്നെ ആരെങ്കിലും കിട്ടാൻ കാത്തിരിക്കുകയാണ് കള്ളു കുടിക്കാൻ. ഓ, ഈ കാര്യത്തിൽ എന്റെ കെട്ടിയോനും മോശമൊന്നുമല്ല. അതുള്ള സ്ഥലത്തേക്ക് പുള്ളിക്കാരൻ മണം പിടിച്ചില്ല. ആ, എന്താടി ബർത്ത്ഡേ സ്പെഷ്യൽ? പുട്ടും പോർക്കും പൊളിച്ച്. ഷോ, എനിക്ക് വയ്യ. നിനക്കുള്ള കേക്ക് പുറത്ത് ടേബിളിൽ വെച്ചിട്ടുണ്ട്. നാറുന്നുണ്ടല്ലോടി, 2 എണ്ണം അടിച്ചോ? പിന്നെ ജാക്ക് ഡാനിയൽ 2 എണ്ണം, നീറ്റ് ആൻഡ് സ്റ്റിഫ്. നാണം ഉണ്ടോടി നിനക്ക് ഇങ്ങനെ കള്ളു കുടിച്ചതിന്റെ മഹത്വം പറയാൻ? ഓ, നീ ഒരു കുലശ്രീ. അതെന്താ നമ്മൾ ലേഡീസ് 2 എണ്ണം അടിച്ച? വൈ ഷുഡ് ബോയ്സ് ഹാവ് ഓൾ ദ ഫൺ? ആ, എന്തായിരുന്നോ തന്റെ ബർത്ത്ഡേ പ്രോഗ്രാം? ഓ, ഒന്നുമില്ലടോ. പതിവ് പോലെ ഞാൻ ഓഫീസിൽ പോയി തിരിച്ചു വന്നു. ഒരു കേക്ക് കട്ടിങ്, ഒരു 2 പെഗ് ഞങ്ങൾ ഷെയർ ചെയ്തടിച്ചു. ദ മോസ്റ്റ് റൊമാൻറ്റിക് ബർത്ത്ഡേ. അല്ലെങ്കിൽ ഈ ആയുസിൽ നിന്നൊരു വർഷം കുറയുമ്പോൾ എന്തിനാണ് നമ്മൾ ആഘോഷിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ശരിക്കും നമ്മൾ ദുഃഖിക്കുകയല്ലടാ വേണ്ടത്, കഴിഞ്ഞു പോയൊരു വർഷത്തെക്കുറിച്ച് ഓർത്ത്. ഷോ, ഈ വിഷമം എങ്ങനെയാടാ മാറ്റിയെടുക്കുന്നത്? എന്തെങ്കിലും ഇരിപ്പുണ്ടാ? പിന്നെന്ത്, നിനക്കറിയില്ലടാ എൻ്റെ അടുത്ത് കഴിക്കാനൊന്നും ഇല്ലെങ്കിലും കുടിക്കാൻ എന്തെങ്കിലും കിട്ടുമെന്ന്. എന്നാ പിന്നെ ഒഴി. പ്രിജോയ്, ഇതേതാ ബാലു ഈ പുതിയ പുസ്തകം? അടുത്ത് വായിച്ചതിൽ വെച്ച് ഏറ്റവും ശ്രദ്ധേയമായ ഒരു എഴുത്ത്.
നമ്മൾ വെറും ഫാൻറ്റസിയായി മാത്രം വായിച്ച് ശീലിച്ച ആദിവാസികളുടെ ജീവിതമൊക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇറ്റ്സ് വെർത്ത് റീഡിങ്. ജസ്റ്റ് റൈറ്റ്. യെസ്, ഐ വിൽ. പിന്നെ എന്തായി തൻ്റെ ബുക്ക് റൈറ്റിംഗ് ഒക്കെ? ഏകദേശം കഴിഞ്ഞു. ഒരു പബ്ലിഷറെ കിട്ടാനാണ് പാട്. നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ വേഗം നടന്നേനെ. ഈ റെക്കമെൻഡേഷനും പൊളിറ്റിക്കൽ സപ്പോർട്ടും ഒന്നും ഇല്ലാതെ നമുക്കൊക്കെ ഒരു നല്ല എൻട്രി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. പേര് കേട്ട പബ്ലിഷർമാർക്കൊക്കെ വേണ്ടത് കോൺട്രവേഴ്സൽ സബ്ജക്ട്സ് ആണ്. സെക്സിന്റെ അതിപ്രസരം, വലതുപക്ഷ ഫാസിസത്തിനെതിരെയുള്ള ആഞ്ഞടികൾ, സെലക്റ്റഡ് നവോത്ഥാനം. ദീസ് ആർ ദ ട്രെൻഡിങ് ടോപ്പിക്സ് നൗ. ഭരണപക്ഷ സിദ്ധാന്തങ്ങളെ മുറുകെ പിടിക്കുകയോ അങ്ങനെ പ്രകടിപ്പിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് അക്കാദമി അവാർഡ് പോലുള്ള പല അപകർഷങ്ങളുടെയും കുറുക്കുവഴി. കൾച്ചറൽ സ്ലേവറി, ഒരുതരം സാംസ്കാരിക അടിമത്തം. പക്ഷെ എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു എഴുത്തുകാരൻ്റെ മുന്നിൽ എൻ്റെ ജനത, അവരുടെ ജനത എന്നുള്ളൊരു വേർതിരിവുകൾ പാടില്ല. മനുഷ്യനെന്ന ഒരു ജീവിയെ പാടുള്ളൂ. അവൻ്റെ സങ്കടങ്ങളും ദുരിതങ്ങളും സഹനങ്ങളുമായിരിക്കണം എഴുത്ത്. നമ്മുടെ ഈ അഭിനവ സാഹിത്യ നായകൾക്കില്ലാത്തത് ഈ ഒരു ചിന്തയാണ്. ആബ്സല്യൂട്ട്ലി. താൻ എന്തായാലും ഡിസപ്പോയിൻറ്റഡ് ആവണ്ടോ? വാതിലുകൾ മുട്ടിക്കൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് തുറക്കപ്പെടും. ഇല്ലടോ, അങ്ങനെ നിരാശയൊന്നുമില്ല. ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി എത്തിക്സിൽ വെള്ളം ചേർത്താൽ അത് എഴുത്തുകാരൻ്റെ മരണമാണ്. ഞാൻ ആത്മഹത്യ ചെയ്യില്ല. തനിക്കൊരു പാർട്ട് ടൈം ജോലി എന്തെങ്കിലും നോക്കിക്കൂടെ? ഈ ക്ലൗഡഡ് മൈൻഡൊക്കെ മാറാൻ അതൊന്ന് സഹായിച്ചാലോ? ഞാനും കൂടി നോക്കാടൂ. ഞാനിവിടെ പരിചയപ്പെട്ടവരിൽ നീ മാത്രമായിരുന്നു എന്നോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാതിരുന്നത്. എല്ലാവർക്കും ഞാനൊരു നഴ്സിന്റെ ഭർത്താവ് ഉദ്യോഗസ്ഥനാണ്. ഏയ് കമോൺ ബാലു, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. തനിക്കൊരു ചേഞ്ച് ആവട്ടെ. അറിയാൻ ജോസഫേ, ഇനി താൻ അങ്ങനെ ചിന്തിച്ചാൽ തന്നെ തെറ്റു പറയാൻ പറ്റില്ലടോ. പക്ഷെ എഴുത്തുന്നത് എൻ്റെ പാഷൻ മാത്രമല്ലടോ, എൻ്റെ ജീവിതം കൂടിയാണ്. അറ്റ് സം പോയിന്റ് ഐ വിൽ സക്സീഡ്. ഏയ് റിലാക്സ് ബാലു, ഞാൻ ആ സബ്ജക്റ്റ്. എന്താണ് ജെന്റിൽമാൻ, സ്മോളിംഗ് ഒക്കെ എവിടം വരെ ആയി? എന്തേ കൂടുന്നോ? വായിരിക്കെ. എന്താ മെറിൻ, അവനെ അടിക്കുന്നോ? ജോസഫിന്റെ ബർത്ത്ഡേ ഒക്കെ അല്ലേ? ഏ, ഐ ഹാവ് സം ജെഡി ഇൻസൈഡ്. ഇതേതായി കൂതറ സാധനം? നമ്മൾ ഈ പാവപ്പെട്ടവര് ഇതൊക്കെ തന്നെ അടിക്കാറ്. ഏയ് എനിക്ക് വേണ്ട. ഐ വോണ്ട് മിക്സ് അപ്പ് ഡ്രിങ്ക്സ്. ദേ ഇച്ചാനും കൊടുത്തേക്ക്. ഇവിടെ പിന്നെ എന്തും പോവും. റെസ്പോൺസിബിലിറ്റി ആൻഡ് കൺട്രോൾ. നോ ബൈലോസ് ആൻഡ് ഡ്രിങ്കിങ് ബിയോണ്ട് ദിസ്. ആൻഡ് ഇറ്റ്സ് യുവർ പേഴ്സണൽ ചോയ്സ്. ആരോട് പറയാൻ? നമ്മുടെ നാട്ടിൽ ഈ അടിച്ച് ഓടയിൽ കിടക്കുന്ന കൂതറകളാണ് ഇപ്പോഴും പെണ്ണുങ്ങളുടെ മനസ്സിലെ കള്ളിന്റെ ബ്രാൻഡ് അംബാസിഡർമാർ. പിന്നെ ഇവരെ പോലുള്ള എഴുത്തുകാർക്ക് ഭാവന വരാൻ ഇതൊരു ഗ്ലോബലി അക്സെപ്റ്റഡ് മെഡിസിൻ ആണ്. വെറുതെയാ ജോസഫേ, ഒരു കലാകാരന്റെ ഏറ്റവും വലിയ ലഹരി അവന്റെ സൃഷ്ടിയാണ്. ആ സൃഷ്ടി പൂർത്തിയാകുമ്പോൾ കിട്ടുന്ന ഒരു ലഹരി ഉണ്ടല്ലോ, അത് ഒരു മദ്യത്തിനും തരാൻ കഴിയില്ലടോ. ബാലു, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ഈ പുസ്തകമൊക്കെ എഴുതി വെറുതെ സമയം കളയാതെ യു ഷുഡ് ഹാവ് ട്രൈഡ് ഫോർ സം അതർ ജോബ്. ജസ്റ്റ് ടു ഗെറ്റ് അവേ വിത്ത് ഓൾ ദീസ് ഫ്രസ്ട്രേഷൻസ്. ഇന്നത് തന്നെ വേണമെന്നൊന്നുമില്ല. പക്ഷെ ബാലുവിന് ഇഷ്ടപ്പെട്ട ഒന്ന് തിരഞ്ഞെടുത്തൂടെ? എനിക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടെന്ന് മെറിനോട് ആരാ പറഞ്ഞാൽ? ഐ എം ഓക്കെ വിത്ത് മൈ ലൈഫ്, വിത്ത് വാട്ട് ആൻഡ് വാട്ട് ഓൾ ഐ ഹാവ്. ഐ എം സോറി ബാലു. മെറിൻ, ലെറ്റ്സ് സ്റ്റോപ്പ് ദിസ് മാറ്റർ ഹിയർ. കം, ലെറ്റ്സ് ഗോ. ബാലു, ഡോണ്ട് ഫീൽ ബാഡ്. ഞാൻ വെറുതെ. സാരമില്ല മെറിൻ, ഐ എം യൂസ്ഡ് വിത്ത് ഇറ്റ്. ഐ എം സോറി ഇഫ് ഇറ്റ് ഹേർട്സ് യു. Actually it hurts, but as I told you, it's okay. Sorry again. See you then. ബാലുവിന് ഫീൽ ആയത് ഒന്ന് പറഞ്ഞേക്കണേടി. ഓ, അതൊന്നും സാരില്ലടി. എന്നാ പോട്ടേടി, പിന്നെ കാണാം. താൻ എന്ത് പണിയാണോ കാണിച്ചത്? എന്തിനീ ആൾക്കാരെ വെറുതെ നിങ്ങളങ്ങോട്ട് നടക്കും മനുഷ്യൻ. പോയിട്ട് വേണം ഒന്നോട് അടിക്കാൻ. ഇറ്റ്സ് ഓക്കെ ബാലു, വാ നമുക്ക് ഭക്ഷണം കഴിക്കാം.
ഹലോ സുധാകർജി. ഹലോ ബാലു, എന്താണ് പരിപാടി? ഞാൻ ദേ വീട്ടിലുണ്ട്, ഫുഡ് കഴിക്കുമായിരുന്നു. ചേട്ടൻ റൂമിലെത്തിയോ? അതെന്താ ഇത്ര നേരമായിട്ടും ഡ്യൂട്ടി കഴിഞ്ഞില്ലേ? ഇല്ലടോ, കുറച്ച് ഓവർ ടൈം കിട്ടുന്നതല്ലേ, എന്തിനാ വെറുതെ കളയുന്നത്? അവനവന്റെ ആരോഗ്യമൊക്കെ നോക്കി വേണം ജോലി ചെയ്യാൻ കേട്ടോ. ആ അതൊക്കെ പോട്ടെ, ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാണ്. നീ ഈ വീക്കെൻഡ് വേറെ പരിപാടിയൊന്നും ആക്കരുത് കേട്ടോ. ഈ വീക്കെൻഡോ? എന്താണ് പരിപാടി? ഓ, നമുക്കിവിടെ കൂടാമെന്നേ. ആണോ? എന്താ വിശേഷം? തന്നെ കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ. പിന്നെ മൂത്തവൾ MBBS കഴിഞ്ഞു, അതിന്റെ ഒരു ചെറിയ സെലിബ്രേഷൻ. നമുക്ക് എന്തെങ്കിലും കഴിച്ചും കുടിച്ചും പിരിയാം, അത്ര തന്നെ. ആഹാ, സെലിബ്രേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെ. തീർച്ചയായിട്ടും ഞാൻ വരും. മറക്കല്ലേ, റിമൈൻഡർ വെച്ചു. ഞാൻ എത്തിക്കോളാം. ഈ ആഴ്ച എന്താ കോള്? നമ്മുടെ സുധാകർജിയുടെ മൂത്ത മോൾ MBBS പാസ്സായി, അതിന്റെ ചെറിയൊരു പാർട്ടി. എല്ലാ ആഴ്ചയും ഇതേപോലെ ഒരു കൊട്ടേഷനും കൊണ്ടുവരും. കള്ളു കുടിക്കാൻ ഓരോരോ കാരണങ്ങള്. നിനക്കറിയാമോ, രണ്ടെണ്ണകത്ത് ചെന്ന് കഴിഞ്ഞാൽ മനസ്സ് തുറക്കുന്നവരാണ് ഓരോ പ്രവാസിയും. നമ്മുടെ ഈ സുധാകർജി തന്നെ 30 വർഷമായി ഇവിടെ. ഒരു 3 പതിറ്റാണ്ട് കാലത്തെ പ്രവാസത്തിൻ്റെ ആക്ച്വൽ ക്രോസ് സെക്ഷനാണ് അയാളൊക്കെ. എൻ്റെ എഴുത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ് അവിടെ നിന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ പുള്ളിയെ മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരവും ഞങ്ങളില്ല. ഓ, പഴയ പത്തേമാരി ടീമായിരിക്കും. ഏകദേശം. പക്ഷെ അവരുടെയൊക്കെ ഹാർഡ് വർക്ക് നിന്നെപ്പോലുള്ള ഈ ന്യൂജൻ പ്രവാസികളൊന്ന് കണ്ടുപിടിക്കേണ്ടതാണ്. Nowadays there is no room for hard work, man. We do smart works. സ്മാർട്ടായിട്ട് എങ്ങനെ ആളെ പറ്റിക്കാമെന്നുള്ളതാണല്ലേ. എത്ര താലിച്ചരട് പൊട്ടിച്ചു മദ്യമേ, എത്ര ബാല്യങ്ങൾ അനാഥമായി, എത്ര കണ്ണീർ കടലു വറ്റിച്ചു മദ്യമേ, എത്ര മോഹപ്പൂ കൊഴിഞ്ഞുപോയി. എത്ര താലിച്ചരടു പൊട്ടിച്ചു മദ്യമേ, എത്ര ബാല്യങ്ങൾ അനാഥമായി, എത്ര കണ്ണീർ കടലു വറ്റിച്ചു മദ്യമേ, എത്ര മോഹപ്പൂ കൊഴിഞ്ഞുപോയി. ചോദ്യങ്ങളെല്ലാം ഒതുങ്ങുമ്പോൾ ഉത്തരം ചോര ഛർദിക്കുന്ന കാഴ്ചയായി. ചോദ്യങ്ങളെല്ലാം ഒതുങ്ങുമ്പോൾ ഉത്തരം ചോര ഛർദിക്കുന്ന കാഴ്ചയായി. ഇവിടെ ഒന്നും ഛർദിച്ചു വെച്ചേക്കരുതേ. എല്ലാ ആഴ്ചയും ഇങ്ങനെ സെറ്റാവാൻ പുള്ളിക്ക് ആരാ എത്ര കൃത്യമായി സാധനം എത്തിക്കുന്നത്? സ്വന്തം കഴിവുകളെ നേരാവണ്ണം പ്രയോജനം അറിയാത്ത ചില ദുരന്തങ്ങൾ എല്ലായിടത്തും കാണും. ഈ പുള്ളി ഇവിടുന്ന് പറഞ്ഞു വിടാ സുധാകർജിയോട് പറഞ്ഞാൽ കേൾക്കത്തുമില്ല. ഓ, പുള്ളി വലിയ ശല്യമൊന്നുമില്ലെന്ന്. പിന്നെ കള്ളടിക്കുമ്പോൾ ഒരു കവിതാംബിയൻസ് ഒക്കെ നല്ലതല്ലേ. ഏതു നേരം ബോധമില്ലാത്ത ഇയാളെങ്ങനെ സീനിയർ അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്നത്? ബോധം വീണ പുള്ളിയുടെ ബുദ്ധി ഭയങ്കര ഷാർപ്പാണ്, ഒടുക്കത്തെ ഓർമ്മശക്തി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 100 റിയാൽ കടം വാങ്ങിച്ചു. ഞാൻ വിചാരിച്ചു പുള്ളി മറക്കുമെന്ന്. പക്ഷെ കറക്റ്റായിട്ട് തിരിച്ചു ചോദിച്ചു. നിനക്കൊക്കെ നാളെ ഇവൻ്റെ അടുത്ത് കാശ് കടം മേടിക്കാൻ. ആവശ്യക്കാരന് ഔചിത്യമുണ്ടോ, പ്രത്യേകിച്ച് കാശിൻ്റെ കാര്യത്തിൽ? ഞാൻ നിന്നോട് ചോദിച്ചിരുന്നു, നീ തന്നുമില്ല, എന്നെ തെറിയും പറഞ്ഞു. ഹലോ, റേഡിയോ ഗൾഫല്ലേ? നമ്മൾ ഷമീർ കൊണ്ടോട്ടി. ഒരു പാട്ട് വെച്ചു നിങ്ങള്. ഓ, അത് വേറൊരു ദുരന്തം. എല്ലാ ദുരന്തങ്ങളും കൂടി ഫ്ലൈറ്റ് പിടിച്ച് ഇങ്ങോട്ടാണല്ലോ ദൈവമേ. മിസ്റ്റർ പോൾ ബാർബർ, ചീട്ടിറക്കൂ. Yes, yes, I am there. Show. എന്ന് പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ ഈശ്വര. ഈ പോൾ ബാർബറിന് ഒടുക്കത്തെ എടാ, ഇത് ബുദ്ധി കൊണ്ടുള്ള കളിയാ, എപ്പോഴും ലെക്കായിരിക്കത്തില്ല. നീ തള്ളിയത് മതി, അടുത്ത ചീട്ടടാ നോക്ക്. ചേച്ചി, നിങ്ങളെ സൗണ്ട് സൂപ്പറാ. എങ്ങനെ ഞങ്ങളൊന്ന് കാണാൻ കഴിയാ? ഷോ കട്ടാക്കിയല്ലോ. കൊണ്ടോട്ടി ഷമീറ, പോയി നോക്കടാ. ഒരു ദിവസം ബിരിയാണി വിഷം വെച്ച് ചേർത്താൻ ഞാൻ കൊല്ലും. ഷമീറ, ബാലച്ചേട്ടനാ, കേറി വാ. ഓ, ഇയാളായിരുന്നു. മുരളി ജോൺ, എന്തൊക്കെയുണ്ട്? ബാലുവേട്ടാ, കുറച്ചു നാളായല്ലോ കണ്ടിട്ട്. തിരക്കൊന്നുമില്ലായിരുന്നു, ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല, അത്ര തന്നെ. എഴുത്തൊക്കെ ഏതുവരെയായി? എന്നാണ് നമുക്കൊന്ന് വായിക്കാൻ പറ്റുക?
ദൈവം സഹായിച്ച ഉടനെ നടക്കുമായിരിക്കും. സുധാർജ എവിടെ? ആ, റൂമിലുണ്ട്. അകത്തോട്ട് ചെന്നോ? ഓ, ഇയാള് കഥ എഴുതാൻ നടക്കുന്നു. ഇയാൾക്ക് വല്ല പണിക്കും പൊക്കൂടെ? അതൊക്കെ അയാളുടെ ഇഷ്ടമല്ലേ മിസ്റ്റർ പോൾ ബാർബർ? എന്ത്? കെട്ടിയോള് ജോലിക്ക് പോയി കാശ് കൊണ്ടുവരുന്നു, ഇയാളത് കള്ളും കുടിച്ച് തിന്നും മുടിച്ച് ഇങ്ങനെ നടക്കുന്നു. പണിക്ക് പോകാൻ മടിയുള്ള എല്ലാ അലവലാദികളും ഇങ്ങനെ തന്നെ. പിന്നെ അയാളുടെ ഒരു കഥ എഴുത്ത്. അടുത്ത MT വാസുദേവനാരല്ലേ അങ്ങേര്? അങ്ങനെ ആരെ എഴുതിത്തള്ളാൻ കഴിയില്ല ബ്രോ. ചിലപ്പോൾ പുള്ളിയുടെ സുഹൃത്തെന്ന നിലയിലായിരിക്കും നമ്മൾ നാളെ അറിയപ്പെടാൻ പോകുന്നതെങ്കിലും. ആ ഫെയിം എന്തായാലും എനിക്ക് വേണ്ട, നിങ്ങളെടുത്തോ. തനിക്കെന്താണോ ഇയാളുടെ ഇത്ര കലിപ്പ്? എനിക്ക് ഇമാതിരി ഉടായ്പ ടീമുകളൊന്നും ഇഷ്ടമല്ല. ആ വലിയ വയറു നിറയെ അസൂയ. വേറൊരുത്തൻ നന്നാവുന്നുള്ള കടി അതാണ്. കരള് പങ്കിടാൻ വയ്യന്റെ പ്രണയമേ, പകുതിയും കൊണ്ടുപോയി ലഹരിതൻ പക്ഷികൾ. ഇങ്ങനെ കള്ളടിച്ച കരള് ബാക്കി ഉണ്ടാവില്ല ബ്രോ. നമസ്കാരം സുധാകർജി. ആ, നമസ്തേ ബാലു. താനിരിക്കെ, ഞാൻ ദേ വരുന്നു. ഒരമ്പലത്തിന്റെ ആംബിയൻസ്, നല്ല കർപ്പൂരത്തിന്റെ മണം. നാട്ടിൽ നിന്നും വന്നതിന് ശേഷം ഈ മണമൊന്നും അറിഞ്ഞിട്ടില്ല. വല്ലാത്തൊരു നൊസ്റ്റാൾജിക് ഫീല്. വയസ്സ് 60 ആയടോ. ഈ പ്രാർത്ഥനയിലും ഈ മുടിയിൽ അടിച്ചിരിക്കുന്ന കറുത്ത പെയിന്റിലുമാണ് പിടിച്ചു നിൽക്കുന്നത്. താനെങ്ങനെ ഇപ്പൊ വീട്ടിൽ വിളക്കൂടത്തിലൊക്കെ ഉണ്ടോ, അതോ ആ ക്രിസ്ത്യാനി പെണ്ണിനെ കെട്ടിയതുകൊണ്ട് അതൊക്കെ നിന്നോ? ഈ വിശ്വാസങ്ങളൊക്കെ അവരവരുടെ മനസ്സിലല്ലേ ചേട്ടാ. തത്വമസി, നിന്റെ ഉള്ളിലാണ് ഈശ്വരൻ. അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളിലും അതിലെ നന്മകളിലുമാണ് ഈശ്വരൻ. അതാണ് എൻ്റെ വിശ്വാസം. അതെ, ധർമ്മോ രക്ഷിതു. അങ്ങനെ ഡോക്ടറുടെ അച്ഛനായല്ലേ? ചെറിയൊരു ആശ്വാസം ബാലു. ഇനി അവൾക്ക് താഴെ ഒരു പെൺകുട്ടി കൂടി ഉണ്ട്. +2 ഇപ്പൊ ചേർത്തതേ ഉള്ളൂ. ഇനി അവളെ കൂടി ഒരു കര പറ്റിക്കണം. ഇവിടുത്തെ വർക്ക്ഷോപ്പിലെ ഓയിലും ഗ്രീസും ഒക്കെ തിന്ന് എൻ്റെ ജീവിതം ഈ മരുഭൂമിയിൽ ഒടുങ്ങത്തേ ഉള്ളൂ. കായകൽപ്പം ചെയ്ത് ജരാനരകൾ അകറ്റി ഇനി ഒത്തിരി കാലം ഈ പ്രവാസം തുടരണം. ഈ സമയത്തിന് കല്യാണം കഴിച്ചില്ലെങ്കിലുള്ള കുഴപ്പമാണ് ഇതൊക്കെ. അതെ, നേരത്തെ കെട്ടിയാൽ റിട്ടയർമെന്റ് കാശ് കൊണ്ട് പിള്ളേരെ കെട്ടിക്കാം. കെട്ടാൻ താമസിച്ചാലോ അതുകൊണ്ട് അവരെ പഠിപ്പിക്കേണ്ടി വരും. ഈ പ്രവാസം എന്നത് ഒരു ചുഴിയാണ്. ഒരിക്കൽ അകപ്പെട്ടാൽ അതിൽ നിന്ന് കരകയറുക ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതൊക്കെ പോട്ടെ, അനുവും മോളും എന്തു പറയുന്നു? They are all doing good. എഴുത്തൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി നടക്കുന്നുണ്ടോ? അങ്ങനെ പോകുന്നു. നേരത്തെ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. എന്താണ് കഥയുടെ ഒരു ഔട്ട്ലൈൻ? പറയാൻ പറ്റുമെങ്കിൽ മതി കേട്ടോ. ഒരു പശ്ചിമേഷ്യൻ പശ്ചാത്തലത്തിലുള്ള കഥയാണ്. ഒരു കലാപത്തിന്റെ നടുവിൽ അകപ്പെട്ടു പോകുന്ന, ബന്ദിയാക്കപ്പെടുന്ന ഒരു ഇന്ത്യൻ ചാനൽ റിപ്പോർട്ടറായ പെൺകുട്ടി. നാദിയ മുറാദിനെ പോലെ അവളും ലൈംഗികമായി അടിമയാക്കപ്പെടുന്നു. അവളുടെ സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെയും അതിജീവനത്തിന്റെയും ഒക്കെ കഥയാണ്. ഇൻട്രസ്റ്റിംഗ്. അതൊരു വൈഡ് ക്യാൻവാസ് ആണ്. ഒരുപാട് സാധ്യതകളുണ്ട്. ഗുഡ്. പൂജാമുറിയിൽ നിന്ന് നേരെ വന്ന് ഈ കള്ളൂപ്പി എടുക്കുന്നത് നമ്മൾ ഈ പ്രവാസികൾ മാത്രമേ ചെയ്യുള്ളൂ അല്ലേ? നമുക്ക് അങ്ങനെ ഒരു എക്സെപ്ഷൻ കിട്ടിയിട്ടുണ്ട് ദൈവത്തിൽ നിന്ന്. നാട്ടിൽ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരുപാട് സന്തോഷങ്ങൾക്കുള്ള ഒരു കോമ്പൻസേഷൻ. ഞാനിവിടെ റമ്മടിക്കാറാണ് പതിവ്. നിനക്കോ? എനിക്കെല്ലാം മദ്യാണ്, വേർതിരിവുകളില്ല. എന്നാ പിന്നെ ഇതടിക്കാം. ഹാങ് ഓവർ ഒന്നും ഉണ്ടാവില്ല. പിള്ളേർക്കുള്ളത് ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അവന്മാര് നേരത്തെ തുടങ്ങിയെന്നാ തോന്നുന്നത്. അതെ അതെ, ഞാൻ വരുന്ന വഴിക്ക് കണ്ടു. കുറച്ചു നാളായി അപ്പോളിന് എന്നോട് എന്തോ ഒരു ദേഷ്യം പോലെ. അയാളുടെ പെരുമാറ്റത്തിൽ നിന്ന് എനിക്കത് തോന്നി. അതൊന്നും കാര്യമാക്കണ്ട. ചില കാര്യങ്ങൾ നിർബന്ധമായും കേൾക്കണം എന്നതുപോലെ ചില കാര്യങ്ങൾ കേൾക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. ഒരാൾക്ക് വ്യക്തിപരമായി അടുത്തറിയുകയോ സഹകരിക്കുകയോ ചെയ്യാത്ത മറ്റൊരാളെ എങ്ങനെയാണ് ഈ അകാരണമായി വെറുക്കാൻ കഴിയുന്നതെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ബാലു, നമ്മുടെ ജീവിതത്തെ വിലയിരുത്തേണ്ടത് നമ്മൾ തന്നെയാണ്. എവിടെ ജീവിക്കണം, എങ്ങനെ ജീവിക്കണം എന്നൊക്കെ നമ്മുടെ മാത്രം ചോയ്സാണ്. ഈ സൊസൈറ്റിയുടെ ചട്ടക്കൂടിൽ നിന്ന് ഒരു പ്രാവശ്യം വെളിയിൽ ചാടിയാൽ പിന്നെ അത് ശീലമായിക്കോളും. നമ്മളെ ആര് ചോദിക്കാനും പറയാനും വരില്ല. പണമുണ്ടാകുന്നതും അന്തസ്സോടുകൂടി ജീവിക്കുന്നതും എന്തോ വലിയ കുറ്റമാണെന്ന ചിന്തയാണ് മലയാളിക്ക്. ദാരിദ്ര്യത്തെ മഹത്വൽക്കരിക്കുകയും
സ്വന്തം കുടുംബത്തിലൊഴികെ സമൂഹത്തിൽ അത് നിലനിൽക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന തനി കാപട്യക്കാരാണ് ഈ മലയാളികൾ. പക്ഷെ ചില നേരത്ത് ചില സദാചാര കോമരങ്ങളുടെ പ്രതികരണങ്ങൾക്ക് മുന്നിൽ എൻ്റെ പിടി വിട്ടുപോകും. ആത്മനിയന്ത്രണം വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രത്യേകിച്ച് ഈ സമൂഹത്തിൽ നിന്ന് വേറിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന നിങ്ങളെപ്പോലുള്ളവർക്ക്. പിന്നെ താനെന്തിനാണോ പേടിക്കുന്നത്? താനും അനുവും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ പിന്നെ ഈ വഴിയെ പോകുന്നവനൊക്കെയാണോ കഴപ്പ്? അവളും ഇടുക്കിയാണോ? അല്ലെങ്കിലും ഈ ആതുര സേവനം എന്ന് പറയുന്നത് ഒരു ദൈവീകമായ കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഹോസ്പിറ്റലിൽ കിടന്നത് കഴിഞ്ഞ വർഷം കോവിഡ് വന്നപ്പോഴാണ്. ദ മോസ്റ്റ് ഹാർഡസ്റ്റ് 15 days ഓഫ് മൈ ലൈഫ്. ആ ദിവസങ്ങളിലാണ് ജീവൻ തിരികെ കയ്യിൽ വെച്ച് തരുന്ന ദൈവങ്ങളെ ഞാൻ നേരിട്ട് കാണുന്നത്, ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഒക്കെ രൂപത്തിൽ. മതി ചേട്ടാ, മതി മതി. സതീശ, എഴുന്നേറ്റ് വാടോ, വല്ലതും കഴിക്കാം. ദാഹിക്കുന്നു ഭഗിനി കൃപാരസ, മോഹനം കുളിർ തണ്ണീരിതാശു നീ. എന്തിനാടോ അയാളെ ഇത്ര അടിക്കാൻ സമ്മതിച്ചത്? നിങ്ങൾക്കറിയില്ല അയാളെ? എൻ്റെ ചേട്ടാ, ഇത് വേറെ എവിടെയോ പോയി അടിച്ചിട്ട് വന്നതാ. എന്തോ കവിസമ്മേളനമോ അങ്ങനെന്തോ. ഇത് കള്ളല്ല, വേറെന്തോ കൂടിയ സാധനം. അവന് വിശക്കുമ്പോൾ വേണമെങ്കിൽ ഒന്ന് കഴിച്ചോളും. ഇവിടെ ഒരുത്തനെ ആനയിപ്പിച്ച് കൊണ്ടുവന്ന് കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് നമ്മുടെ ഷമീറിന്റെ സ്പെഷ്യൽ ബിരിയാണിയാണ്. പുറത്തുനിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞതാ, അവൻ സമ്മതിച്ചില്ല. ഞമ്മളുള്ളപ്പോ ബിരിയാണി പുറത്തുനിന്ന് വാങ്ങലോ, നല്ല കാര്യമായി. മുരളിയുടെ വീട് പണിയൊക്കെ അതുവരെയായി? ആ, ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞ് നിർത്തി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ കുറച്ച് സാലറി പെൻഡിങ് ഉണ്ട്, അതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ ബാക്കി തുടങ്ങാമായിരുന്നു. അവന് പിന്നെ ഭാര്യയുടെ സാലറി ഒന്നും ഇല്ലല്ലോ, ഒറ്റയ്ക്ക് സമ്പാദിക്കണ്ടേ. അതെന്തടോ, ഭാര്യയെ ജോലിക്ക് വിടുന്നതോ അവരുടെ കാശ് കൊണ്ട് കാര്യങ്ങൾ നടത്തുകയോ ചെയ്യുന്നത് ഇത്ര വലിയ അപരാധമാണോ? പെണ്ണുങ്ങളുടെ നിന്ന് പൈസ മേടിച്ച് നടക്കുന്നത് നമ്മളെപ്പോലെ തറവാട്ടിൽ പറഞ്ഞ ആണുങ്ങൾക്ക് ചേർന്നാണോ ചേട്ടാ? താൻ എന്നെ ഉദ്ദേശമാണ് ഇതെല്ലാം പറഞ്ഞതെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. തനിക്ക് അങ്ങനെ തോന്നിയെങ്കിൽ ഞാൻ എന്ത് പറയാനാടോ? താൻ എനിക്കിട്ട് ഒരുപാട് ഉണ്ടാക്കല്ലേ. താൻ പോടോ കോപ്പേ. ബാലു, എടോ ഇരിക്കടോ, കഴിച്ചിട്ട് പോവാ. ബാലു വന്നായിരുന്നോ? ഞാൻ അറിഞ്ഞില്ല. മാളു നേരത്തെ ഉറങ്ങി. ഇവിടെ ഇരുന്ന് പുസ്തകം വായിച്ച് ഞാനും ഉറങ്ങിപ്പോയി. പണ്ടേ നമ്മുടെ ഉറക്കഗുളികയാണല്ലോ പുസ്തകം. എന്തു പറ്റി ബാലു? ആകെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ. ഒരുപാട് കഴിച്ചോ ഇന്ന്? ഇല്ലടോ, ആ സുധാകർജിയുടെ ഫ്ലാറ്റിലൊരു വഷളൻ, അവനോടൊന്ന് കോർക്കേണ്ടി വന്നു. ഞാൻ ഊഹിച്ചു. എന്തിനാണ് ഇങ്ങനെ ടോക്സിക് ആയിട്ടുള്ളവരോടൊക്കെ പോയി വഴക്കിടുന്നത്? മനഃപൂർവ്വം ചെയ്യുന്നതല്ലനു. തലയിൽ കയറാൻ വന്നാൽ എന്താ ചെയ്യുക? സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? നോക്കൂ ബാലു, ഇത് നമ്മുടെ മാത്രം ലൈഫാണ്. വി കനോട്ട് ഗിവ് അപ്പ്. ലൈഫ് മസ്റ്റ് ഗോ ഓൺ. വഴിയിൽ നിന്ന് കുരയ്ക്കുന്നവർക്ക് മറുപടി നൽകേണ്ട ഒരു ബാധ്യതയും നമുക്കില്ല.
അല്ലെങ്കിൽ തന്നെ പരാതി പറയേണ്ടയാൾ ഞാനല്ലേ? നമുക്കിടയിൽ എൻ്റേത് നിന്റേത് എന്ന വേർതിരിവുകൾ ഉണ്ടോ ബാലു? ഹേയ് കമോൺ മാൻ, ഇനി ഞാനൊരു സൂത്രം പറയട്ടെ, അല്പം സാഹിത്യം. എൻ്റെ പ്രണയം നിന്റെ ആത്മാവിനോടാണ്, വലിച്ചഴിച്ച് അടുപ്പിച്ചതല്ല, ഏച്ചുകെട്ടി യോജിപ്പിച്ചതുമല്ല. താനേ പടർന്ന മുല്ലവള്ളി പോൽ നീ എന്നോട് ഇഴുകി ചേരുകയായിരുന്നു. വാവ്, നൈസ്. ഇതെങ്ങനെ? മുല്ലപ്പൂമ്പൊടി ഏറ്റല്ലേ മോനെ കിടപ്പ്. ഒരു സൗരഭ്യം കാണാതിരിക്കുമോ? താങ്ക് യു ആൻഡ് ഐ ലവ് യു. അതെ, നീ പോയി ഉറങ്ങിക്കോ, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ഇപ്പോൾ നല്ല മൂഡ്. ഇന്ന് എനിക്ക് കുറച്ചധികം നേരം എഴുതണം. കരം പിടിച്ചൊരാ നാൾ മുതൽക്കിന്നോളം ഇണങ്ങി നിന്നെൻ്റെ ജീവന സ്പന്ദമാ അടർന്നു വീർപ്പിടാനല്ലെൻ്റെ ഗദ്ഗദം അലിഞ്ഞു ചേരുവാനാണെൻ ഹൃദന്തമേ അലിഞ്ഞു ചേരുവാനാണെൻ ഹൃദന്തമേ. ശരിയും തെറ്റും തമ്മിലുള്ള അന്തരം അത് വിലയിരുത്തുന്നവൻ്റെ മനസ്സിൽ മാത്രമാണ്. നിങ്ങൾക്ക് തോന്നുന്ന ശരി എനിക്ക് ശരിയാകണമെന്നില്ല. നിങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ നിയമാവലികൾക്കനുസൃതമായ ശരിയെയാണ് നിങ്ങൾ കണക്കിലെടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ സമൂഹത്തിൻ്റെ നിയമാവലികളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് കാര്യങ്ങളെ വിലയിരുത്തുന്നത്. ആ ചട്ടക്കൂടുകൾ തകർത്ത് മറ്റൊരു കോണിൽ നിന്നും കുടുംബത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ കെട്ടുപാടുകളില്ലാതെ കാര്യങ്ങളെ വിലയിരുത്തിയാൽ നിങ്ങൾക്ക് ഈ ഗതികേടിൻ്റെ പ്രശ്നം തോന്നില്ല, കുറ്റബോധം തീരെ ഉണ്ടാകില്ല. Thought? Thought, Lakshman, it was too late. You have to make best of them. ബാലു ദേ ഫോൺ. നീ എടുക്കാലോ, ആരാണെന്ന് നോക്ക്. ഹലോ, അല്ല ബാലുവിൻ്റെ വൈഫാണ്. ആ ശരി, ഞാൻ പറയാം. ശരി. So, Mr. Pujapura Balachandran, that's your pen name, right? അതെ. Good. Honestly speaking, you surprised us. What do you think? യെസ്, മലയാള സാഹിത്യത്തിൽ ബെന്യാമിനെ പോലെയോ ടി രാമകൃഷ്ണനെ പോലെയോ ചുരുക്കം ചില എഴുത്തുകാർ മാത്രമേ ഈ പശ്ചിമേഷ്യൻ ജീവിതങ്ങൾ പ്രമേയമാക്കിയിട്ടുള്ളൂ. ശരിക്കും യുദ്ധങ്ങളുടെയും പലായനങ്ങളുടെയും പുനരുജ്ജീവനത്തിൻ്റെയും കഥകളുടെ ലോകം ഇന്നുവരെ കാണാത്ത ഒരു നിധികുംഭം അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. Yes, we really appreciate that. At least you tried to pull out something from it. For that reason, you are in. We are going to do this. താങ്ക് യു സാർ, താങ്ക് യു. Our office will contact you for the royalty related and further publishing procedures. Welcome to the Malayalam literary family, which has always embraced diversity. താങ്ക് യു. Thank you. താങ്ക് യു വെരി മച്ച് സാർ. ഒരു ജീവിതം അതെല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലുള്ള ഒരു പ്രണയം, കുടുംബം, ജോലി, സാഹചര്യങ്ങൾ ഇതൊക്കെ കിട്ടുമ്പോഴാണ് അത് നമ്മുടെ ജീവിതമാവുന്നത്.
പൗലോ കൊയ്ലോ പറഞ്ഞതുപോലെയൊന്നുമല്ല. പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവൻ കൂടെ നിന്നില്ലെങ്കിലും